കളങ്കമില്ലാത്ത സൗഹൃദത്തിന്റെയും മതമൈത്രിയുടെയും കഥ പറയുന്ന സന്നിധാനത്തെ വാവരുനട ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് ഭക്തമനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കുന്നത്. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർ തങ്ങളുടെ ഇരുമുടിക്കെട്ടിൽ വാവരുസ്വാമിക്കായി കൊണ്ടുവരുന്ന വസ്തുക്കൾ കാണിക്കയായി നൽകി മനമുരുകി പ്രാർത്ഥിച്ചാണ് മലയിറക്കം. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് അയ്യപ്പൻ്റെയും ബാവരുടെയും ചരിത്രപരമായ സൗഹൃദം. വരും കാലം മുന്നിൽ കണ്ട് ഒരുമിച്ച് കൂടിയവരാണ് അയ്യപ്പനും ബാവരുമെന്ന് വിശേഷിപ്പിക്കാം. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ ബാവരുമായി ഏറ്റുമുട്ടുകയും ചങ്ങാതിമാരായി മാറുകയും ചെയ്തു. പിന്നീട് തൻ്റെ ദൗത്യനിർവഹണത്തിന് അയ്യപ്പൻ ബാവരെ കൂടെ കൂട്ടിയെന്നും ഒടുവിൽ സന്നിധാനത്തിന് സമീപം ബാവരെയും കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം. അയ്യപ്പനെ കണ്ടു വണങ്ങിയ സ്വാമിമാർ വാവരുനടയിലെത്തി ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന കൽക്കണ്ടവും കുരുമുളകും ചന്ദനത്തിരിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് മടങ്ങുക. അയ്യപ്പന്മാർക്ക് പ്രസാദമായി കൽക്കണ്ടവും കുരുമുളകും ഇവിടെ നിന്നും നൽകും. നമ്മൾ വാവരുനടയിൽ കൽക്കണ്ടവും കുരുമുളകുമാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ മന്ത്രിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇവിടെ രാവിലെ തൊട്ട് വൈകോടും 24 മണിക്കൂറും നമ്മൾ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പങ്കെന്നുള്ള രീതിയിലാണ് ഈ കൽക്കണ്ടവും കുരുമുളകും പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഇത് ഐതിഹ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വലിയ മുത്തച്ഛൻ അല്ലെങ്കിൽ വാവരുസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം വൈദികനായിരുന്നു. അതുപോലെ തന്നെ ആത്മീയ നേതാവൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പുരോഹിതനായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വൈദികൻ എന്നുള്ള സ്ഥാനത്ത് വെച്ചാണ് ഈ കൽക്കണ്ടവും കുരുമുളകും ഞങ്ങളിവിടെ പ്രസാദമായി കൊടുക്കുന്നത്. ഭക്തലക്ഷങ്ങൾ അനുഗ്രഹം തേടിയെത്തുമ്പോൾ ഏറെ സന്തോഷമാണ് അനുഭവിക്കുന്നതെന്ന് വാവരുനടയിൽ കർമ്മത്തിന് നേതൃത്വം നൽകുന്ന വാവരുസ്വാമിയുടെ കുടുംബത്തിലെ 19ാം തലമുറയിലെ അംഗമായ KS നൗഷറുദ്ദീൻ മുസ്ലിയാർ പറയുന്നു. ഞാൻ വാവരുസ്വാമിയുടെ പിൻതലമുറയിൽപ്പെട്ട 19ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. ഞാൻ ഇപ്പം ഈ കുടുംബത്തിലെ മുൻ മുഖ്യകർമ്മി സീസണിന് മുമ്പായിട്ടുള്ള മാസം മരണപ്പെട്ടു. ഇപ്പം കഴിഞ്ഞ സീസണിന് മുമ്പായിട്ടുള്ള മാസം തൊട്ട് ഇവിടുത്തെ ചാർജിൽ വരികയാണ്. ഇപ്പം മുഖ്യകർമ്മിയായിട്ട് ചാർജ് എടുക്കുന്നു. ഞങ്ങളിവിടെ കർമ്മം ചെയ്യുന്നത് 9 പേരുണ്ട്. 9 പേര് കൂട്ടായി കർമ്മം ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഈ കുടുംബത്തിലെ അവകാശികളാണ്. ഞങ്ങൾ മൊത്തം 27 അവകാശികളുണ്ട്. അതിൽ 9 പേരോളം സീസൺ പരിപാടിക്ക് ഇവിടെ വരാറുണ്ട്. കേരളത്തിൻ്റെ മതമൈത്രിയുടെ പ്രതീകമായി വനമധ്യത്തിലെ ക്ഷേത്രാങ്കണത്തിൽ 18ാം പടിക്ക് താഴെ കുടികൊള്ളുന്ന വാവരുനട ഈ പ്രതിസന്ധിയുടെ കാലത്ത് പ്രത്യാശയുടെ വലിയ വെളിച്ചമാണ് വീശുന്നത്. കാനനവാസനായ അയ്യപ്പൻ്റെ ഉറ്റ തോഴരാണ് ഇസ്ലാം മതവിശ്വാസിയായ വാവരെന്നാണ് ഐതിഹ്യം. 18ാം പടിക്ക് താഴെയുള്ള വാവരുനടയിലെത്തി ദർശനം നടത്തിയാണ് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരിൽ ഭൂരിഭാഗവും മടങ്ങുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറ പേഴ്സൺ രവി ബി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്.